ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ കാരണം കല്യാണം ആലോചിക്കുന്നത് മൂന്നാമൻ, ബ്രോക്കർ, പല പല മെത്തേഡ്. ഇത് പഴയ കാലഘട്ടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടം ഏജൻസിയും ഒക്കെ ഉണ്ട്. അതല്ല, ഇത് മൂന്നാമൻ എന്ന് പറയുന്ന ആ കഥാപാത്രം. പക്ഷെ അദ്ദേഹത്തിന് വലിയ വിവരമൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർക്ക് എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. അതിന് എന്ത് കള്ളത്തരം അവർ പറയും. അപ്പോൾ സാധാരണ നമ്മുടെ മുമ്പൊരിക്കൽ കേട്ടിട്ടുള്ളതായിരിക്കാം നിങ്ങൾ. കല്യാണം ഒക്കെ ബ്രോക്കർ എന്ന് പറഞ്ഞ്, സാറേ ഒരു ബിസിനസ്സുകാരൻ പയ്യനുണ്ട്, അത് മോക്ക് ആലോചന നടത്താവുന്നതാണ്. ഇടയിൽ ബിസിനസ്സുകാരൊന്നും വേണ്ട. അത് അല്ല സാറേ, വലിയ ബിസിനസ്സാണ്, 10-28 കാറുള്ള ഒരാളുടെ കാര്യമാണ് പറയണേ. അപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യനൊന്ന് ആലോചിച്ച്, 28 കാറൊക്കെ ഉള്ള മനുഷ്യൻ വലിയ ബിസിനസ്സുകാരനായിരിക്കുമല്ലോ, എങ്കിൽ നമുക്കതൊന്ന് ആലോചിക്കാടെ. അത് ഒരു കാര്യം ചെയ്യും, അത് എവിടെയാണ് താമസിക്കുന്നത്? അയ്യോ, അത് നമ്മുടെ തട്ടാമലയോട് നിന്ന് ആ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് കുറച്ച് മുമ്പോട്ട് കിടന്ന് ആരോട് ചോദിച്ചാലും മതി 18 കാറുള്ള രാമേന്ദ്രൻ്റെ വീട് എവിടെയാണ്. അത് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം അത് കൊള്ളാമല്ലോ, അങ്ങനെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ ഇദ്ദേഹം നേരെ വണ്ടി വിളിച്ച് നേരെ അവിടെ ചെന്നു. തട്ടാമല ജംഗ്ഷനിൽ ചെന്നപ്പം ഒരു റോഡ് കണ്ടു. അപ്പോൾ അവിടെ ചോദിച്ചു, രാമേന്ദ്രൻ്റെ വീടാണ്, ബിസിനസ്സുകാരനാണ് രാമേന്ദ്രൻ്റെ. അയ്യോ, അങ്ങനെ ഒരാളില്ലല്ലോ. അല്ല, ഒരാൾ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്നാ പറഞ്ഞ്, 10-28 കാറുള്ള രാമേന്ദ്രൻ്റെ. അതാണോ? അത് സാറേ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം ഒരു ഇടറോഡുണ്ട്, അതിനകത്ത് 4ാമത്തെ വീടാണ്. അപ്പോൾ ഇയാൾ വളരെ സന്തോഷമായിട്ട് നടന്നു. എന്നാൽ ഇത്രയും കാറൊക്കെ ഉള്ള ആളല്ലേ. അവിടെ ചെന്നു. പെട്ടെന്ന് ഒരു വീട്ടിൽ നോക്കിയപ്പം അവിടെ 10-28 കാറ് കാറിൻ്റെ നമ്പരാണ് ഈ 10-28 എന്ന് പറയുന്നത്. പഴയ കാലത്ത് നമ്മൾ ഈ നമ്പരെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 10-28 കാറുള്ള എന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ നമ്പരായി പറയുന്നത്. അപ്പോൾ ഇയാൾ അങ്ങനെ ഒരു ബിസിനസ്, ഈ കല്യാണം ഉറപ്പിക്കുന്ന ഒരു ബ്രോക്കർമാരുണ്ടായിരുന്നു ഒരു കാലഘട്ടം. പറയും, എല്ലാം കള്ളത്തരങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു കഥാപാത്രം, ഒരു ബ്രോക്കർ, ഒരു ദിവസം ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരാളെ പോയി കണ്ടു. സാറേ, സാറിന് പറ്റിയൊരു പെണ്ണുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, ഒറ്റ മോളാണ്, സാറിന് ഇത് ഒരു വിഷമം ഉണ്ടാകത്തില്ല, കണ്ടമാന സ്വത്തുക്കളുണ്ട്, കടകളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒറ്റ മോളേ ഉള്ളൂ, വേറെ അനന്തര അവകാശികളില്ല. അപ്പോൾ പെട്ടെന്ന് അയാൾ കുറച്ച് നേരം ആലോചിച്ച് പറഞ്ഞ്, അത് കൊള്ളാമല്ലോ, ഒറ്റ മോളല്ലേ ഉള്ളൂ, നമുക്കതൊന്ന് ആലോചിക്കാം, എന്നാൽ പോവാം. അപ്പോൾ ഇയാൾ നേരെ എല്ലാം യാതൊക്കെ കൊടുത്ത് വീട്ടുകാരുടെ കൊടുത്തു. വീട്ടുകാർ പറഞ്ഞു എങ്കിൽ വന്ന് കാണാൻ പറഞ്ഞു. ഇദ്ദേഹം കാണാൻ പോയി. പെണ്ണ് കാണാൻ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പം പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെട്ട്, ശരി വിവരം പറയാമെന്നും പറഞ്ഞ് തിരിച്ച് ഇയാൾ വീട്ടിൽ വന്ന് ബ്രോക്കറോട് പറഞ്ഞു, ഇത് ശരിയാവത്തില്ല, ഒറ്റ മോളാ, സംഭവമൊക്കെ ശരിയാവും, പക്ഷേ പെണ്ണിൻ്റെ തന്തയെന്ന് പറഞ്ഞാൽ എന്നെക്കാൾ ആരോഗ്യമുള്ള ഒരാളാണ്, അയാളുടെ കാലശേഷമേ എനിക്കിത് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇത് നടക്കത്തില്ല, നമ്മൾ ചത്താലും അയാൾ ആവത്തില്ല, കാരണം അത്രമാത്രം ആരോഗ്യമുള്ള ഒരാളാണ്. ബ്രോക്കർക്ക് വിഷമം തോന്നി. ശരിയാ, വിഷമം മിണ്ടിയില്ല, പോയി. കെട്ട സ്വത്തുക്കളൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇദ്ദേഹം മരിച്ച ശേഷമേ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തെക്കാൾ ചെറുപ്പമായിട്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ഈ ബ്രോക്കർ സൈക്കിളിൽ ഓട്ടി സ്പീഡിൽ വന്ന് ഇയാളുടെ മുമ്പിൽ ഇറങ്ങിയിട്ട് പറഞ്ഞു, സാറേ, നമ്മൾ വിചാരിച്ച കണക്കൊന്നും അല്ല കാര്യങ്ങൾ. എന്താടോ, നമ്മളന്ന് കാണാൻ പോയ പെങ്കൊച്ചില്ലയോ? പെങ്കൊച്ചിന് എന്തോ പറ്റി? പെങ്കൊച്ചിൻ്റെ തന്തയ്ക്ക് 2 അറ്റാക്ക് കഴിഞ്ഞതാണ്. അയ്യോ, അങ്ങനെ ഇങ്ങനെ ഇരുന്നെങ്കിൽ 2 അറ്റാക്കാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങാണ്ട് 28 ദിവസം IC കിടന്നതാണ്. അപ്പോൾ ഇയാളുടെ മനസ്സിൽ ലഡ് പൊട്ടി. അപ്പോൾ ഇത് 2 അറ്റാക്ക് കഴിഞ്ഞ ആളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് 3ാമത്തെ അറ്റാക്ക് എന്തായാലും കാത്തു നിൽക്കത്തില്ല, തട്ടിപ്പോകുന്നറിയാം. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അതൊന്ന് ആലോചിക്കാടേ, കാരണം അത് വളരെ ബുദ്ധിയായിട്ട് തോന്നി. ഇദ്ദേഹം ഉടനെ ബ്രോക്കർ തോന്നി, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കത് ഇഷ്ടമാണെന്ന് താൻ ചെന്ന് പറ. അങ്ങനെ ഇദ്ദേഹം ബ്രോക്കർ ചെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഉടനെ അത് ഏകദേശം അവർക്കും താല്പര്യം ഉണ്ടായിരുന്നു ഈ പയ്യനോട്. അപ്പം എന്തായാലും കല്യാണം ഒക്കെ ആയി, തീരുമാന ഡേറ്റൊക്കെ എടുത്ത് നല്ല രീതിയിൽ കല്യാണവും കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. അത് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പതുക്കെ, 1 മാസമൊക്കെ കഴിഞ്ഞു, അന്നപ്പം പതുക്കെ ഭാര്യയായിട്ട് ഇങ്ങനെ സന്തോഷമൊക്കെ പങ്കിടുന്ന സമയത്ത് ചോദിച്ചു, പിന്നെ നിൻ്റെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛനെന്തുവാ? അല്ല, അച്ഛൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛൻ്റെ അസുഖം? അച്ഛനെന്തോ അസുഖം? അല്ല, അച്ഛൻ്റെ അസുഖമൊന്നുമില്ലേ? എവിടെ? അച്ഛൻ ഇതുവരെ പനി പോലും വന്നിട്ടില്ലല്ലോ. ഇയാൾ ഷോക്ക് അടിച്ചാണ് കാര്യം. ഇതുപോലെ പനി പോലും വരാത്ത അച്ഛനായി അയാൾ പറഞ്ഞത് 2 അറ്റാക്ക് കഴിഞ്ഞാണ്. അത് ബ്രോക്കറുടെ ഒരു തന്ത്രമാണ്. ഈ കല്യാണം നടത്താൻ വേണ്ടി അവൻ കാണിച്ച അതിബുദ്ധിയാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായി ആളുകൾ, ബ്രോക്കർമാരുടെ അല്ലെങ്കിൽ ഈ മൂന്നാമന്മാരുടെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവരുടെ വാക്കുകൾ പൂർണ്ണമായിട്ട് കേട്ട് വിശ്വസിച്ച് ഇതിൻ്റെ പുറകെ പോകരുത്.
ഒരു കല്യാണത്തിന് ഇയാളുടെ ആക്രാന്തം കൊണ്ടാണ് ഇയാൾ ഈ പറയുന്ന സ്വന്തം അമ്മായിയച്ഛൻ്റെ മരണം കാത്തു കിടക്കുന്ന ഒരു പയ്യനായ ആൾ. ഇങ്ങനെയുള്ള ആളുകൾ ഈ പറയുന്ന പിന്നെ ഇതിനൊരു ശാപം തന്നെയാണെന്നാണ് എൻ്റെ ഭാഗം. എന്തായാലും ഇതിലൊരു തമാശ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തമാശ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ധന്യൻ. ഓക്കെ, നന്ദി, നമസ്കാരം.